നമസ്കാരം, അമൃതാണ്. കുറച്ചധികം വർഷങ്ങൾക്ക് ശേഷം ഫാൻ ഷോ കാണും. അപ്പം ഞാൻ ആറ്റിങ്ങൽ ഡ്രീംസിലാണ് ബുക്ക് ചെയ്തത്. അവിടുത്തെ സ്ക്രീൻ 2 3 സ്ക്രീൻസിലും ഈ ഫിലിം തന്നെയാണ്. അപ്പം എന്തായാലും നമുക്ക് മലക്കോട്ടെ വാലിബൻ്റെ ട്രയലർ ഒന്ന് കാണാം. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ആണല്ലോ. കണ്ണീരും ചോരയും വീണാണ് കടലുണ്ടാകുന്നത്. ഇയാളുടെ സൗണ്ട് ആയിരുന്നു. സൂര്യൻ ഉദിച്ചു വരും. സൂര്യന്റെ തീ ഈ കോട്ട ചാമ്പലാക്കും. മരിച്ചുപോയ ആത്മാക്കളാണ്. ഫുൾ സ്ലോമോ ആണല്ലോ. സിനിമ മുതലാവും. ട്രെയിലർ കട്ട്സ് സൂപ്പർ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ആയിരുന്നു നോക്കട്ടെ. ട്രെൻഡിങ് നമ്പർ 1. സെക്കൻഡ് ക്യാമറയെ കൊണ്ട് താഴെ കൊടുത്തിരിക്കുന്നു. സിനിമാറ്റോഗ്രാഫർ മധു നീലകണ്ഠൻ. ഇയാളുടെ വേറെ വർക്കുകളെല്ലാം ഉണ്ടോ? മധു നീലകണ്ഠൻ. എന്തായാലും വിഷ്വൽസ് എല്ലാം തകർത്തിട്ടുണ്ട്. അന്നയും റസൂലും ചുരുളി. അങ്ങനെ ഒരു എപ്പിക് മൂവി ആയിട്ട് എടുത്ത് പറയാനായിട്ട് തുറമുഖം ഞാൻ ഈ സിനിമകളൊന്നും കണ്ടിട്ടില്ല. ചുരുളി കണ്ടു, ബട്ട് ചുരുളി ഇങ്ങനെ ചുരുളിയിലും അന്നയും റസൂലും ഉണ്ട് അമംഗ് ദ ബെസ്റ്റ്. സിനിമാറ്റോഗ്രാഫിയിലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അപ്രോച്ച് പിടിച്ചൊരു സിനിമയായിരുന്നു. ഫ്രെയിംസ് എല്ലാം സൂപ്പറായിട്ടുണ്ട്. ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഒരു ഇംഗ്ലീഷ് മൂവി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടത് ഗ്ലാഡിയേറ്ററാണ്. ഗ്ലാഡിയേറ്റർ എന്നല്ല, വേറെ പാട്രിയോട്ട് അങ്ങനെ ഒരുപാട് സിനിമാസ് ഉണ്ട് ആ ഒരു ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ. ഒരു പാട്രിയോട്ടിസം എടുത്തു കാണിക്കുന്ന തരത്തിലുള്ള മൂവീസിൻ്റെ ആ ഒരു ജോണറിൽ നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ കുറേ സിനിമകൾ എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകാത്ത കുറേ സിനിമകളാണ്. അപ്പോൾ അതിൽ റസൽ ക്രോവിൻ്റെ ആ ഒരു അഭിനയമൊക്കെ കണ്ടപ്പോഴത്തേക്ക് റസൽ ക്രോ ഒക്കെ അഭിനയിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു അഭിനയ സിദ്ധിയുള്ളൊരു കലാകാരനാണ് നമ്മുടെ ലാലേട്ടൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഹോളിവുഡിലുള്ള ഡയറക്ടേഴ്സ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നല്ലൊരു നടനെ അങ്ങോട്ട് ക്യാച്ച് ചെയ്യുന്നില്ല എന്നൊക്കെ എനിക്ക് തോന്നി. ഹോളിവുഡിലോട്ട് ക്യാച്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അദ്ദേഹത്തിൻ്റെ ബൾക്കിനെസ്സോ അല്ലെങ്കിൽ ബോഡി സ്റ്റേച്ചറോ ഇതൊന്നും വെച്ചിട്ടല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയത്തിൻ്റെ ഒരു സ്കില്ലുണ്ടല്ലോ, ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു അഭിനയം, ഒരു കഥാപാത്രത്തെ ഉൾക്കൊണ്ടുള്ള. ഇപ്പോൾ ലാലേട്ടൻ്റെ പഴയ കഥാപാത്രങ്ങളായിരുന്നാലും ലാലേട്ടൻ ഇപ്പം ഈ റീസെൻ്റ് ആയിട്ടൊക്കെ എനിക്ക് എത്രത്തോളം ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് തോന്നിയിട്ടില്ല. അത് മേ ബി അത് അദ്ദേഹത്തിൻ്റെ കുറ്റമായിട്ടല്ല, അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ലത്. അദ്ദേഹം പണ്ട് ഏതാ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊരു തൊഴിലും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്കുകൾ കിട്ടുമ്പോഴത്തേക്ക് അത് ചെയ്യും. പക്ഷെ ഇപ്പം അദ്ദേഹം നമ്മുടെ മമ്മൂട്ടിയെ പോലെ വളരെ സെലക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹമൊക്കെ ഭയങ്കര ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആക്ടറാണ്. അപ്പോൾ എല്ലാ ചപ്പും ചവറും ഒക്കെ കയറി അഭിനയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ ആ ഒരു മഹാപ്രതിഭ, എന്താ പറയുക, ഒരു വ്യൂവർ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു ഫാൻ എന്നുള്ള നിലയിലോ നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന, നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അതിന് ഒരു രീതിയിലും സ്പോയിൽ ചെയ്യാത്ത രീതിയിലുള്ള നല്ല സ്ക്രിപ്റ്റുകൾ അദ്ദേഹം മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി വന്ന സംഭവങ്ങളൊക്കെ അങ്ങനെയാണ്. എന്തായാലും മലക്കോട്ടെ വാലിബനും അങ്ങനെയുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഗ്ലാഡിയേറ്റർ എന്നുള്ള മൂവിയിൽ റസൽ ക്രോവിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് പക്ഷേ നമ്മുടെ ലാലേട്ടനെ കൊണ്ടൊക്കെ ഇതിനേക്കാളും അപ്പുറത്തുള്ള ഒരു അഭിനയം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മേ ബി അദ്ദേഹത്തിന് ഒരു ഹോളിവുഡ് മൂവിയിലോട്ടൊക്കെ അങ്ങനെ കാസ്റ്റ് ചെയ്തെങ്കിലെന്നൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് ഈ ഒരു സാധനം കണ്ടപ്പോഴത്തേക്ക് അതിനുള്ളൊരു ഔട്ട്പുട്ട് ഒരു പരിധിവരെ ലിജോ ജോസ് പല്ലിശ്ശേരി ഈ ഒരു മൂവിയിലൂടെ ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിൻ്റെ ഒരു ഓവറോൾ ഒരു സംഭവം, ആ ചതിയും അല്ലെങ്കിൽ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക്, ആ ഡയലോഗ്സ് ഒക്കെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും ഒരു ഗ്ലാഡിയേറ്റർ ഫീലാണ് എനിക്ക് വന്നത്. പിന്നെ പേരും എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ തുടക്കം മുതൽ കുറച്ച് ആക്ഷൻ സീക്വൻസുകളൊക്കെ നന്നായിട്ടുള്ളൊരു ആ രീതിയിലുള്ളൊരു ടോക്കുകളാണ് ഈ ഒരു മൂവിയെക്കുറിച്ച് വന്നിരുന്നത്. പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു വർക്കായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതൊരു ലിജോ ജോസ് പല്ലിശ്ശേരി ഒരു സിഗ്നേച്ചറാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് അദ്ദേഹം ചെയ്ത വർക്കുകളെല്ലാം അങ്ങനെ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള വർക്കുകളാണ്. അപ്പോൾ ഈ ഒരു മൂവിയെ സംബന്ധിച്ചിടത്തോളം വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു
ഒരു ബ്രില്യൻ്റ് ആർട്ട് വർക്ക് ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പഴയ കാലഘട്ടം ഒരു നമ്മുടെയൊക്കെ ഒരു നൊസ്റ്റാൾജിയൊക്കെ ഒരു റീകോളിംഗ് കൊടുക്കാമെന്നുള്ള നിലയിൽ ഫാൻ ഷോ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.